നമ്മൾ ഇതുവരെ കണ്ട ലോകകപ്പുകൾ പോലെയല്ല 2026-ൽ വരാൻ പോകുന്ന ലോകകപ്പ്. എന്തൊക്കെയാണ് ഈ ലോകകപ്പിൻ്റെ പ്രത്യേകതകൾ? വീഡിയോ മുഴുവനായി കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ലോകകപ്പിലെ ഏറ്റവും വലിയ മാറ്റം അതിൻ്റെ ഘടനയിലാണ്. 1998 ഫ്രാൻസ് ലോകകപ്പ് മുതൽ 2022 ഖത്തർ ലോകകപ്പ് വരെ നമ്മൾ കണ്ടത് 32 ടീമുകൾ മാറ്റുരയ്ക്കുന്ന പോരാട്ടമായിരുന്നു. എന്നാൽ 2026-ൽ അത് 48 ടീമുകളായി ഉയർത്തിയിരിക്കുന്നു. അതായത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ലോകകപ്പാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ടീമുകൾ കൂടിയപ്പോൾ മത്സരങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു. മുൻപ് 64 മത്സരങ്ങളായിരുന്നുവെങ്കിൽ ഇത്തവണ അത് 104 മത്സരങ്ങളായി മാറും. നമ്മളെപ്പോലെയുള്ള ഫുട്ബോൾ പ്രേമികൾക്ക് ഒരു മാസം മുഴുവൻ ആഘോഷിക്കാനുള്ള വകയുണ്ടെന്ന് ചുരുക്കം. മുൻപ് 4 ടീമുകൾ വീതമുള്ള 8 ഗ്രൂപ്പുകളായിരുന്നു. എന്നാൽ ഇത്തവണ 4 ടീമുകൾ വീതമുള്ള 12 ഗ്രൂപ്പുകളുണ്ടാകും. നോക്കൌട്ട് ഘട്ടത്തിലും ഒരു വലിയ മാറ്റമുണ്ട്. മുൻപ് ഗ്രൂപ്പ് കഴിഞ്ഞാൽ നേരിട്ട് പ്രീ ക്വാർട്ടർ അഥവാ റൗണ്ട് ഓഫ് 16 ആയിരുന്നു. എന്നാൽ ഇത്തവണ ആദ്യമായി റൗണ്ട് ഓഫ് 32 മത്സരങ്ങൾ നടക്കും. അതുകൊണ്ട് തന്നെ മുൻപ് ചാമ്പ്യന്മാരാകുന്ന ഒരു ടീമിന് ഫൈനൽ ഉൾപ്പെടെ 7 മത്സരങ്ങൾ കളിച്ചാൽ മതിയായിരുന്നെങ്കിൽ ഇത്തവണ കപ്പ് ഉയർത്താൻ ഒരു ടീം 8 മത്സരങ്ങൾ ജയിക്കേണ്ടതുണ്ട്. ലോകകപ്പിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഭൂരിഭാഗവും ഒരൊറ്റ രാജ്യം മാത്രമാണ് ടൂർണമെൻറ്റ് നടത്താറുള്ളത്. 2022-ൽ ജപ്പാനും ദക്ഷിണ കൊറിയയും ചേർന്നാണ് ഇതിനു മുൻപ് സംയുക്തമായി ലോകകപ്പ് നടത്തിയത്. എന്നാൽ 2026-ൽ ചരിത്രത്തിലാദ്യമായി 3 രാജ്യങ്ങൾ ചേർന്നാണ് ലോകകപ്പിന് വേദിയൊരുക്കുന്നത്. USA, മെക്സിക്കോ, പിന്നെ കാനഡയും. ഇതിൽ ഒരു അപൂർവ റെക്കോർഡ് സ്വന്തമാക്കുന്നത് മെക്സിക്കോയാണ്. 1970-ലും 1986-ലും ലോകകപ്പിന് വേദിയായ മെക്സിക്കോ 2026-ഓടെ ചരിത്രത്തിലാദ്യമായി 3 ലോകകപ്പുകൾക്ക് വേദിയാകുന്ന ആദ്യ രാജ്യമെന്ന ബഹുമതി സ്വന്തമാക്കും. ഇതിഹാസങ്ങളായ പെലെയും മറഡോണയും കപ്പുയർത്തിയ മെക്സിക്കോയിലെ വിഖ്യാതമായ എസ്റ്റാഡിയോ അസ്ടെക്ക സ്റ്റേഡിയത്തിലാണ് ഉദ്ഘാടന മത്സരം നടക്കുന്നത്. കലാശ പോരാട്ടം അമേരിക്കയിലെ ന്യൂജേഴ്സിയിലുള്ള മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലും നടക്കും. നമുക്ക് തൊട്ടുമുൻപ് നടന്ന 2022 ഖത്തർ ലോകകപ്പുമായി ഇതിനെയൊന്ന് താരതമ്യം ചെയ്തു നോക്കാം. ഖത്തർ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും ചെറിയ വിസ്തൃതിയുള്ള ലോകകപ്പായിരുന്നു. സ്റ്റേഡിയങ്ങളെല്ലാം അടുത്തടുത്തായിരുന്നു. കളിക്കാർക്കോ ആരാധകർക്കോ ഒരു മത്സരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകാൻ വിമാനയാത്ര ചെയ്യേണ്ടി വന്നിരുന്നില്ല. എന്നാൽ 2026-ലേക്ക് വരുമ്പോൾ കഥ മാറും. 3 വമ്പൻ രാജ്യങ്ങളിലായി പടർന്നു കിടക്കുന്ന 16 നഗരങ്ങളിലാണ് കളി നടക്കുന്നത്. ഒരു കളി കഴിഞ്ഞ് അടുത്ത കളിക്ക് പോകാൻ ടീമുകൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ വിമാനത്തിൽ യാത്ര ചെയ്യേണ്ടി വരും. ഇത് കളിക്കാരുടെ ശാരീരിക ക്ഷമതയെ കടുത്ത രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു മാറ്റം കാലാവസ്ഥയാണ്. ഖത്തറിലെ കടുത്ത ചൂട് കാരണം ലോകകപ്പ് നടത്തിയത് നവംബർ ഡിസംബർ മാസങ്ങളിലായിരുന്നു. എന്നാൽ 2026-ൽ ലോകകപ്പ് അതിൻ്റെ പരമ്പരാഗത സമയമായ ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക്, അതായത് കടുത്ത വേനൽക്കാലത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. 1930-ൽ ഉറുഗ്വേയിൽ ആദ്യ ലോകകപ്പ് നടക്കുമ്പോൾ വെറും 13 ടീമുകളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് 16ആയി, 1982-ൽ 24ആയി, 1998-ൽ 32ആയി ഉയർന്നു. ഇപ്പോൾ 48-ൽ എത്തി നിൽക്കുന്നു. ഇത് കാണിക്കുന്നത് ഫുട്ബോൾ ലോകം അത്രമേൽ വളർന്നു കഴിഞ്ഞു എന്നാണ്. ടീമുകളുടെ എണ്ണം കൂട്ടിയതിന് പിന്നിൽ വലിയ ചില ലക്ഷ്യങ്ങളുണ്ട്. ഏറ്റവും വലിയ ഗുണം എന്തെന്നാൽ ഇതുവരെ ലോകകപ്പ് കളിക്കാൻ കഴിയാത്ത ചെറിയ രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ഏഷ്യ, ആഫ്രിക്കൻ വൻകരകളിലെ ടീമുകൾക്ക് ഇതൊരു സുവർണാവസരമാണ്. രണ്ടാമത് 104 മത്സരങ്ങൾ നടക്കുമ്പോൾ ടിക്കറ്റ്, സ്പോൺസർഷിപ്പ് എന്നിവയിലൂടെ ഫിഫയ്ക്ക് വൻ സാമ്പത്തിക ലാഭമുണ്ടാകും. എന്നാൽ ഇതിനൊരു മറുപുറം കൂടിയുണ്ട്. കൂടുതൽ ടീമുകൾ വരുമ്പോൾ ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരങ്ങളുടെ വീര്യം കുറയുമോ എന്ന് പല പ്രമുഖരും ആശങ്കപ്പെടുന്നുണ്ട്. കൂടാതെ യൂറോപ്യൻ ക്ലബ്ബുകളിൽ വർഷം മുഴുവൻ കളിച്ച് തളരുന്ന ലയണൽ മെസ്സിയെയും എംബാപ്പയും പോലെയുള്ള ലോകോത്തര കളിക്കാർക്ക് 8 മത്സരങ്ങൾ വരെ നീളുന്ന ഈ വലിയ ടൂർണമെൻറ്റ് കടുത്ത ശാരീരിക വെല്ലുവിളിയാകും. ചുരുക്കത്തിൽ ഗുണങ്ങളും ദോഷങ്ങളും എന്തു തന്നെയായാലും 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിലെ ഒരു പുതിയ യുഗത്തിനാണ് തുടക്കം കുറിക്കുന്നത്. കൂടുതൽ രാജ്യങ്ങൾ വരുമ്പോൾ ആവേശം ഇരട്ടിക്കുമെന്നതിൽ സംശയമില്ല. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കിരീടം നിലനിർത്തുമോ, അതോ ബ്രസീലോ ഫ്രാൻസോ കപ്പുയർത്തുമോ, അതോ പുതിയതാരെങ്കിലും വിസ്മയം തീർക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ 48 ടീമുകളാക്കി മാറ്റിയ ഫിഫയുടെ ഈ തീരുമാനം ശരിയാണോ തെറ്റാണോ? ഇത്തവണ ആരായിരിക്കും കപ്പുയർത്തുക? നിങ്ങളുടെ പ്രവചനങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്